ഏവർക്കും ജയം ലേൺ സെൻറ്ററിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇവിടെ +1 കെമിസ്ട്രിയിലെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായി മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഓക്കുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ് എ ഡെഫിനിറ്റ് മാസ്. മാറ്റർ എന്ന് പറയുന്നത് എനിത്തിങ് ദാറ്റ് ഓക്കുപ്പൈസ് ഒരു സ്പേസും ഡെഫിനിറ്റ് മാസും ഉള്ളതിനെയാണ് മാറ്റർ എന്ന് പറയുന്നത്. മാറ്ററിന് മെയിൻലി exist in 3 different states: solid, liquid and gaseous states. മാറ്റർ പ്രധാനമായിട്ടും 3 കാറ്റഗറിയിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്: സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ പ്രോപ്പർട്ടീസ് ഇവിടെ കാണാം. കമ്പാരിസൺ ഓഫ് മാറ്റർ, നമുക്ക് ഓരോന്നും കമ്പയർ ചെയ്യാം. പ്രോപ്പർട്ടീസ്: ഷേപ്പ് ആൻഡ് വോളിയം. സോളിഡ് സ്റ്റേറ്റ് എടുക്കുമ്പോൾ ആദ്യമായി നമുക്ക് മാറ്ററിൻ്റെ ഒരു സ്റ്റേറ്റാണ് സോളിഡ് സ്റ്റേറ്റ്. അപ്പോൾ സോളിഡ് സ്റ്റേറ്റ് എടുക്കുമ്പോൾ ഷേപ്പ് ആൻഡ് വോളിയം. ഷേപ്പ് ആൻഡ് വോളിയം സോളിഡ്സിൽ ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് വോളിയം. ഒരു ഡെഫിനിറ്റ് ഷേപ്പും വോളിയവും ഉണ്ട്. ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ സ്ട്രോങ് ആണ്, സോളിഡ്സിൽ സ്ട്രോങ് ആണ്. അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ക്ലോസ്ലി പാക്ഡ്. കൈനറ്റിക് എനർജി ഓഫ് പാർട്ടിക്കിൾസ് വെരി ലോ. ഈ സോളിഡ്സിൻ്റെ പാർട്ടികൾക്ക് പ്രത്യേകിച്ച് കൈനറ്റിക് എനർജി ഉണ്ടാവില്ല. ക്ലോസ്ഡി പാക്ക്ഡ് ആയതുകൊണ്ട് ഇവർക്ക് അങ്ങനെ മൂവ് ചെയ്യാൻ കഴിയില്ല. ഡിഫ്യൂസിബിലിറ്റി വെരി ലോ ആണ്, ഡിഫ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവാണ്. കംപ്രസിബിലിറ്റിയും വെരി ലോ. നെക്സ്റ്റ് ലിക്വിഡ് സ്റ്റേറ്റ് ആകുമ്പോൾ സോളിഡ് സ്റ്റേറ്റിനേക്കാളും കുറച്ചുകൂടെ ഫ്രീഡം ഉള്ള മോളിക്യൂൾസിന് തമ്മിൽ ഫ്രീഡം ഉള്ളതാണ് ലിക്വിഡ്സ്. ലിക്വിഡ്സിനും നോ ഡെഫിനിറ്റ് ഷേപ്പ് ബട്ട് ഡെഫിനിറ്റ് വോളിയം ഉണ്ടായിരിക്കും. ഇത് ഏതൊരു ജാറിൽ എടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിലോ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വോളിയം എത്രയാണോ അത്രയും വോളിയം ഇതിനുണ്ടായിരിക്കും. പക്ഷേ ഷേപ്പ് നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കുന്നതല്ല. ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസ് ആൻഡ് സോളിഡ്. അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ലൂസ്ലി പാക്ക്. അതുപോലെ കൈനറ്റിക് എനർജി, ഡിഫ്യൂസിബിലിറ്റി, കംപ്രസിബിലിറ്റി, ഇത് മൂന്നും ലിക്വിഡ്സിൻ്റെയും ഗ്യാസിൻ്റെയും ഇൻ ബിറ്റ്വീൻ സോളിഡ്സ് ആൻഡ് ഗ്യാസസ് ആയിട്ടാണ് വരുന്നത്. അടുത്തതായി ഗ്യാസ് സ്റ്റേറ്റ് എടുക്കുമ്പോൾ ഗ്യാസിന് ഹാവ് നോ ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് വോളിയം. ഗ്യാസിന് പ്രത്യേക ഷേപ്പോ വോളിയോ ഇല്ല. വെരി സ്മോൾ. ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് വളരെ കുറവാണ്, അതുകൊണ്ട് അവർ പെട്ടെന്ന് ഡിഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും ഗ്യാസസ്. അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഫാർ അപ്പാർട്ട്. ഇവരുടെ തമ്മിലുള്ള മോളിക്കുലർ അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഫാർ എല്ലാം ദൂരമായിട്ട് നിൽക്കുന്നു. അടുത്തതായി ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ്. പ്രധാനപ്പെട്ട ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് ആർ ദ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ ബിറ്റ്വീൻ ഇൻട്രാക്റ്റിംഗ് പാർട്ടിക്കിൾസ്, ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. അതായത് ആറ്റംസും പാർട്ടിക്കിൾസും തമ്മിലുള്ള അവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൾഷനെയാണ് ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് എന്ന് പറയുന്നത്. അട്രാക്റ്റീവ് ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് ആർ നോൺ ആസ് വാൻ ഡെർ വാൾസ് ഫോഴ്സ്. അതായത് അട്രാക്റ്റീവ് ഫോഴ്സ് ആണെങ്കിൽ അതിനെ വാൻ ഡെർ വാൾസ് ഫോഴ്സ് എന്ന് പറയുന്നു. ഈ ഫോഴ്സിൽ പെടുന്നതാണ് ഡിസ്പേർഷൻ ഫോഴ്സ്, ലണ്ടൻ ഫോഴ്സ്, ഡൈപോൾ ഫോഴ്സ് ആൻഡ് ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സസ്. എ പെർട്ടിക്കുലർലി സ്ട്രോങ് ഡൈപോൾ ഇൻട്രാക്ഷൻ ഈസ് ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ടിങ് ഡൈപോൾ ഇൻട്രാക്ഷന് ഉദാഹരണമാണ്. അപ്പോൾ ഒന്നാമതായി ഡിസ്കസ് ചെയ്യാം ഡിസ്പേർഷൻ ഫോഴ്സസ് ഓർ ലണ്ടൻ ഫോഴ്സസ്. ആറ്റംസ് ആൻഡ് നോൺ പോളാർ മോളിക്യൂൾസ് ആർ ഇലക്ട്രിക്കലി സിമെട്രിക്കൽ, ഹാവ് നോ ഡൈപോൾ മൊമെൻറ്റ്. ആറ്റംസ് സാധാരണ നോൺ പോളാറാണ്, അതുപോലെ അവർ ഇലക്ട്രിക്കലി സിമെട്രിക്കലാണ്, അതുകൊണ്ട് ഒരു ഡൈപോൾ മൊമെൻറ്റ് അവർക്ക് ഉണ്ടാവുന്നതല്ല. ബട്ട് ഇൻ ആൻ പെർട്ടിക്കുലർ ആറ്റം അറ്റ് എ മൊമെൻറ്റ് ന്യൂക്ലിയസ് ഈസ് ഷിഫ്റ്റഡ് ടുവാർഡ്സ് വൺ സൈഡ് ആൻഡ് ദി ഇലക്ട്രോൺസ് ടു അതർ സൈഡ്. ഒരു ആറ്റത്തിൽ നമുക്കറിയാം ന്യൂക്ലിയസ് കാണും, അതിൽ ഇലക്ട്രോൺസ് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ടെമ്പററി ഡൈപോൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. ദിസ് റിസൾട്ട് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻസ്റ്റൻറ്റേനിയസ് ഡൈപോൾ ഓൺ ദ അഡ്ജസൻ്റ് ആറ്റം ഫോർ എ വെരി ഷോർട്ട് ടൈം. ഇങ്ങനെ ഒരു ആറ്റത്തിലുള്ള ന്യൂക്ലിയസ് ഇലക്ട്രോൺ തമ്മിൽ ഷിഫ്റ്റ് വരുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ആറ്റത്തിന് ഒരു ഇൻസ്റ്റൻറ്റേനിയസ് ഡൈപോൾ ഉണ്ടാവും. ദീസ് ടെമ്പററി ഡൈപോൾസ് ഓഫ് ആറ്റംസ് അട്രാക്റ്റ് ഈച്ച് അതർ.
അപ്പോൾ ഉണ്ടാകുന്ന ഡൈപോൾസ് തമ്മിൽ അട്രാക്റ്റ് ചെയ്യും. ദിസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഡൈപോൾസ് ഈസ് ടേംഡ് ആസ് ലണ്ടൻ ഫോഴ്സസ് ഓർ ഡിസ്പേർഷൻ ഫോഴ്സസ്. ഇതിനാണ് ലണ്ടൻ ഫോഴ്സസ് അല്ലെങ്കിൽ ഡിസ്പേർഷൻ ഫോഴ്സസ് എന്ന് പറയുന്നത്. ദീസ് ഫോഴ്സസ് ആർ ഇമ്പോർട്ടൻറ്റ് ഓൺലി അറ്റ് ഷോർട്ട് ഡിസ്റ്റൻസസ്. ഇത് ആറ്റങ്ങൾ തമ്മിലുള്ള ഷോർട്ട് ഡിസ്റ്റൻസിൽ മാത്രമേ ഇത് ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. അടുത്ത് ഡൈപോൾ ഫോഴ്സസ്. ഡൈപോൾ ഫോഴ്സസ് ആക്ട് ബിറ്റ്വീൻ ദ മോളിക്യൂൾ പൊസസിങ് പെർമനൻറ്റ് ഡൈപോൾ. പെർമനൻറ്റ് ഡൈപോളുള്ള ഇത് തമ്മിലാണ് ഡൈപോൾ ഫോഴ്സസ് ഉണ്ടാകുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഡിസ്പേർഷൻ ഫോഴ്സ് അല്ലെങ്കിൽ ലണ്ടൻ ഫോഴ്സ് ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ആയിരുന്നു. ഇവിടെ പെർമനൻറ്റ് ഡൈപോൾ, ആദ്യമേ ഉള്ള ഡൈപോൾ, പോളാർ മോളിക്യൂൾസ്. These molecules interact with the neighboring molecules. This interaction is stronger than London force but is weaker than iron-iron interaction between only because only partial charges are involved. ഡൈപോൾ ഇത് ഒരു പാർഷ്യൽ ചാർജസിൻ്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയതുകൊണ്ട് തന്നെ രണ്ട് മോളിക്യൂൾസ് തമ്മിലുള്ള ഇത് അയോൺ ഫോഴ്സ് തമ്മിലിനേക്കാളും കുറവായിരിക്കും. പക്ഷേ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സിനേക്കാൾ കൂടുതലായിരിക്കും. അതായത് ഡിസ്പേർഷൻ ഫോഴ്സ് ഓർ ലണ്ടൻ ഫോഴ്സസ്. ഇതിന് എക്സാമ്പിളാണ് HCl. ദ അട്രാക്റ്റീവ് ഫോഴ്സ് ഡിഗ്രീസ് വിത്ത് ഇൻക്രീസ് ഓഫ് അതായത് ഡൈപോൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡിക്രീസ് ചെയ്യുന്നതാണ്. അടുത്തതായി ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സസ്. ദിസ് ടൈപ്പ് ഓഫ് അട്രാക്റ്റീവ് ഫോഴ്സസ് ഓപ്പറേറ്റ്സ് ബിറ്റ്വീൻ ദ പോളാർ മോളിക്യൂൾസ് ആൻഡ് നോൺ പോളാർ മോളിക്യൂൾസ്. ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാകുന്നത് പോളാർ മോളിക്യൂൾസും നോൺ പോളാർ മോളിക്യൂൾസും തമ്മിലുള്ള. അതായത് പെർമനൻറ്റ് ഡൈപോൾ ഓഫ് ദ പോളാർ മോളിക്യൂൾ ഇൻഡ്യൂസസ് ഡൈപോൾ ഇൻ ദ ഇലക്ട്രിക്കലി ന്യൂട്രൽ മോളിക്യൂൾ ബൈ ഡീഫോമിങ് ഇറ്റ്സ് ഇലക്ട്രോണിക് ക്ലൗഡ്. അപ്പോൾ നമുക്കറിയാം ഒരു പോളാർ മോളിക്യൂളുണ്ട്, ഒരു നോൺ പോളാർ മോളിക്യൂളും. പോളാർ മോളിക്യൂളിന് പെർമനൻറ്റ് ഡൈപോൾ ആദ്യം ഉണ്ടാവും. അത് നോൺ പോളാർ മോളിക്യൂളിലെ ഇലക്ട്രിക്കൽ സിമ്മട്രി മാറ്റും. അപ്പോൾ അതിലൊരു ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഉണ്ടാകുന്നതാണ്. അത് വെച്ചിട്ട് ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സസ് ഇവർ തമ്മിലുള്ള ഫോഴ്സിനെയാണ് ദ അട്രാക്ഷൻ ബിറ്റ്വീൻ ദീസ് മോളിക്യൂൾസ് ഈസ് ടേംഡ് ആസ് ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സ്. അടുത്തതായി മെയിനായിട്ടും ഗ്യാസ് ലോസ് നമുക്ക് പരിചയപ്പെടാം. ഗ്യാസ് ലോസ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മെഷറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസസ് ലൈക്ക് പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം ആൻഡ് നമ്പർ ഓഫ് മോൾസ്. ആദ്യമായി ബോയിൽസ് ലോ വോളിയം റിലേഷൻഷിപ്പാണ് ഇവിടെ പറയുന്നത്. പ്രഷർ വോളിയം റിലേഷൻഷിപ്പ്. ബോയിൽസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ദ വോളിയം ഓഫ് എ ഫിക്സ്ഡ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ. മാത്തമാറ്റിക്കലി P proportional to 1/V. അതായത് പ്രഷർ ഓഫ് ഗ്യാസ് പ്രൊപ്പോർഷണൽ ടു 1/V. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ കീപ്പ് ചെയ്യുമ്പോൾ പ്രഷർ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/V അല്ലെങ്കിൽ പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു V. അതിങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വോളിയം ഡിക്രീസ് ചെയ്യും, അല്ലെങ്കിൽ വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രഷർ ഡിക്രീസ് ചെയ്യും. ഓപ്പോസിറ്റ് റിലേഷൻ ആയിരിക്കും പ്രഷറും വോളിയം തമ്മിൽ. നമ്മൾ ഈ കോൺസ്റ്റൻറ്റ് ഒഴിവാക്കാൻ വേണ്ടി P = K × 1/V എന്ന് എഴുതും, അല്ലെങ്കിൽ PV = കോൺസ്റ്റൻറ്റ്. അതായത് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ എപ്പോഴും പ്രഷറും വോളിയം തമ്മിലുള്ള പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അതെപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ അക്കോർഡിംഗ് ടു ബോയിൽസിൽ നമുക്കറിയാം PV = കോൺസ്റ്റൻറ്റ് നമ്മളെന്ന് പറഞ്ഞു. അപ്പോൾ P1 V1 = P2 V2. എപ്പോഴും ഏത് ടൈമിലുള്ള പ്രഷറും വോളിയം മൾട്ടിപ്ലൈ ചെയ്താൽ അത് കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. അതാണ് ബോയിൽസ് ലോ. ഇനി നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു P പ്രൊപ്പോർഷണൽ ടു 1/V ആണെന്ന് പറഞ്ഞു. അപ്പോൾ PV റിലേഷൻ എടുക്കുമ്പോൾ അതൊരു കർവ് രൂപത്തിലായിരിക്കും. പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വോളിയം ഡിക്രീസ് ചെയ്യും. ലീനിയർ റിലേഷൻഷിപ്പ് അല്ല, ഇത് കർവ് റിലേഷൻഷിപ്പാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അടുത്തതായി Pയും 1/V എടുക്കുമ്പോൾ P പ്രൊപ്പോർഷണൽ ടു 1/V ആണ്. അതായത് നമുക്കറിയാം P = K × 1/V. അപ്പോൾ അത് P = എ കോൺസ്റ്റൻറ്റ് × 1/V. ഇത് ലീനിയർ റിലേഷൻഷിപ്പാണ്
പിയും 1/v തമ്മിൽ നിലനിൽക്കും. അതുകൊണ്ട് പിയും 1/v പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ലീനിയർ ഗ്രാഫാണ് ലഭിക്കുന്നത്. അടുത്തത് പി വി പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ പി വി എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. പ്രഷർ എന്ത് തന്നെ വാരി ചെയ്താലും പി വി കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇവിടെ പ്രഷറോ അല്ലെങ്കിൽ വോളിയം ആയാലും ഇതേ ഗ്രാഫ് തന്നെ ലഭിക്കുന്നതാണ്. ദീസ് ഗ്രാഫ്സ് ആർ ഒബ്റ്റൈൻഡ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് ആർ കോൾഡ് ഐസോതേംസ്. ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയി വെച്ചതുകൊണ്ട് ഇതിനെ ഐസോതേംസ് എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം. If we put value of V in this Boyle's law equation, we get the relationship density equal to m by k into P. M is the mass, K is the Boyle's law constant, and P is pressure. That is, at constant temperature, pressure is directly proportional to the density of a fixed mass of the gas. അതായത് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ എടുക്കുമ്പോൾ പ്രഷർ പ്രൊപ്പോർഷണൽ ടു ഡെൻസിറ്റി ഓഫ് എ ഫിക്സഡ് മാസ്. പ്രഷറിനനുസരിച്ച് ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ. അടുത്തായിട്ടുള്ളതാണ് ചാൾസ് ലോ. ടെമ്പറേച്ചർ വോളിയം റിലേഷൻഷിപ്പാണ് ഇവിടെ പറയുന്നത്. ഇനി ഇവിടെ പ്രഷർ കോൺസ്റ്റൻ്റ് ആയി കീപ്പ് ചെയ്യുകയാണെങ്കിൽ വോളിയം പ്രൊപ്പോർഷണൽ ടു ടി. വോളിയം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. വോളിയം ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഇൻറ്റു ടി, അല്ലെങ്കിൽ വി ബൈ ടി ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. വി ബൈ ടി എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. കൺസിഡർ എ ഫിക്സഡ് മാസും V1 T1 കണ്ടീഷനിലുള്ള ഒരു ഗ്യാസ്, V2 T2 ഉള്ള കണ്ടീഷൻ ഗ്യാസ്. അതിൻ്റെ ഇക്വേഷൻ V1/T1 ഈക്വൽ ടു V2/T2. കാരണം നമ്മൾ V/T ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ് നമ്മൾ ഈ ലോയിൽ പറഞ്ഞു. അതുകൊണ്ട് V1/T1 ഈക്വൽ ടു V2/T2. ഇനി നമ്മൾ ഇതിൻ്റെ ഗ്രാഫ്സ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ വോളിയം എഗെയിൻസ്റ്റ് ടെമ്പറേച്ചർ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ലീനിയർ ഗ്രാഫാണ് ലഭിക്കുന്നത്. അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ, ഇത് കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ് നമ്മളിത് പ്ലോട്ട് ചെയ്യുന്നതുകൊണ്ട് ഐസോ ബാർ എന്നാണ് ഇങ്ങനത്തെ ഗ്രാഫുകളെ വിളിക്കുക. ഇഫ് യു എക്സ്റ്റെൻഡ് ദ ഗ്രാഫ് ടു ടെമ്പറേച്ചർ ആക്സിസ്, ഇത് ടെമ്പറേച്ചർ ആക്സിസിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് -273. ഈ ഗ്രാഫ് നെഗറ്റീവ് എക്സ് ആക്സിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ദ ഗ്രാഫ് വിൽ മീറ്റ് അറ്റ് -273.1715 degree Celsius. At this temperature the volume of gas becomes 0. This lowest temperature which a gas can occupy is called absolute zero of temperature. അപ്പോൾ ഈ -273 പോയിൻറ്റിൽ എത്തുമ്പോൾ ആ ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതിനാണ് അബ്സല്യൂട്ട് 0 എന്ന് പറയുന്നത്. അപ്പോൾ ബേസ്ഡ് ഓൺ ദിസ് അബ്സല്യൂട്ട് 0 അബ്സല്യൂട്ട് സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ എടുത്തിട്ടുണ്ട്. ആ ടെമ്പറേച്ചർ സ്കെയിലിനെ കെൽവിൻ സ്കെയിൽ എന്നറിയപ്പെടുന്നു. ഇത് -273.15നെ 0 ആക്കിയെടുത്ത് കെൽവിൻ സ്കെയിൽ പറയും. ഓൾ ഗ്യാസസ് ബിക്കം സോളിഡ് ഓർ ലിക്വിഡ് ബിഫോർ റീച്ചിങ് ദിസ് ടെമ്പറേച്ചർ. അതായത് റിയലി ഇങ്ങനെ സംഭവിക്കാൻ പറ്റില്ല. വോളിയം 0 എന്നുള്ളത് ഐഡിയൽ ഗ്യാസസിനാണെങ്കിലും ഇതിനു മുമ്പ് തന്നെ ഒരു ഗ്യാസ് സോളിഡോ അല്ലെങ്കിൽ ലിക്വിഡോ ആയിട്ടുണ്ടാവും. നെക്സ്റ്റ് ഈസ് തേർഡ് ലോ, ഗേ-ലൂസാക്സ് ലോ. പ്രഷർ ടെമ്പറേച്ചർ റിലേഷൻഷിപ്പാണ് ഇവിടെ പറയുന്നത്. പ്രഷർ ടെമ്പറേച്ചർ റിലേഷൻഷിപ്പാണ് ഗേ-ലൂസാക്സ് ലോ. അതായത് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം പ്രഷർ ഓഫ് എ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ. മാത്തമാറ്റിക്കലി P പ്രൊപ്പോർഷണൽ ടു T. അതായത് P ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു T, അല്ലെങ്കിൽ P/T ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. നമുക്കറിയാം, നമ്മൾ പറഞ്ഞു P പ്രൊപ്പോർഷണൽ ടു കോൺസ്റ്റൻറ്റ്. അതായത് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. വോളിയം ഫിക്സ്ഡ് ആക്കി വെക്കണം. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് പ്രഷർ ടെമ്പറേച്ചർ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ടെമ്പറേച്ചർ ഇൻ കെൽവിനിലാണ് ഇത് പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. ഒരു ലീനിയർ ഗ്രാഫായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ഇവിടെ ഗേ-ലൂസാക്സ് ലോയിൽ നമ്മൾ പറഞ്ഞു വോളിയം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ
അതിന് ഐസോകോർ എന്ന് പറയുന്നു. അടുത്തതായി അവഗാഡ്രോസ് ലോ. അവഗാഡ്രോസ് ലോ പറയുന്നത് വോളിയവും നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓർ എമൗണ്ട് റിലേഷൻഷിപ്പ്. വോളിയം നമ്പർ ഓഫ് മോൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇവിടെ അവഗാഡ്രോസ് ലോയിൽ പറയുന്നത്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസസ് അണ്ടർ ദ സെയിം കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോൾസ് ഓർ മോളിക്യൂൾസ്. അതായത് ഈക്വൽ വോളിയം ഓഫ് ഗ്യാസ് എടുത്താൽ സെയിം ടെമ്പറേച്ചറും പ്രഷറും ആയിരിക്കണം, അതിലുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. വി പ്രൊപ്പോർഷണൽ ടു എൻ, വോളിയം പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്, വി ഈക്വൽ ടു കെ ഇൻറ്റു എൻ. നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് മാസ് ഇൻ ഗ്രാംസ് ബൈ മോളാർ മാസ്, അതായത് എൻ ഈക്വൽ ടു ഡബ്ല്യു ബൈ എം. നമുക്ക് വി ഈക്വൽ ടു കെ ഇൻറ്റു എൻ, എന്ന് നമുക്ക് ഇവിടെ നിന്ന് കിട്ടി ഡബ്ല്യു ബൈ എം, അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മോളാർ മാസ് എന്നുള്ളത് കെ ഡബ്ല്യു ബൈ വി, അല്ലെങ്കിൽ ഡബ്ല്യു ബൈ വി എന്ന ഡെൻസിറ്റി നമുക്കറിയാം, വെയിറ്റ് മാസ് ബൈ വോളിയം ഡെൻസിറ്റി, അതിനെ ഡി എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ മോളാർ മാസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡി എന്ന് ലഭിക്കും. അതായത് മോളാർ മാസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡെൻസിറ്റി. അപ്പോൾ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഡെൻസിറ്റി മോളാർ മാസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇതാണ്. അടുത്ത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, STP. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആൾസോ കോൾഡ് NTP. The normal temperature and pressure means 273 Kelvin അല്ലെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ആൻഡ് 1 bar pressure. 1 bar പ്രഷറും 273 കെൽവിനെയാണ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയുന്നത്. These values approximate freezing temperature of water and atmospheric pressure at sea level. അതായത് 1 bar പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറ്റ് സീ ലെവലും ഫ്രീസിങ് ടെമ്പറേച്ചർ 273 കെൽവിൻ അല്ലെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസ്. അറ്റ് STP മോളാർ വോളിയം ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ഓർ എ കോമ്പിനേഷൻ ഓഫ് ഐഡിയൽ ഗ്യാസസ് ഈസ് 22.7 ലിറ്റർ പെർ മോൾ. അതായത് മോളാർ വോളിയം 1 മോൾ ഗ്യാസിൻ്റെ ഐഡിയൽ ഗ്യാസിൻ്റെ വോളിയം 22.7 ലിറ്റർ ആയിരിക്കും. അടുത്തതാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ദ കോമ്പിനേഷൻ ഓഫ് 3 ഗ്യാസ് ലോസ്, ബോയിൽസ് ലോ, ചാൾസ് ലോ ആൻഡ് അവഗാഡ്രോസ് ലോ ഗീവ് എ സിംഗിൾ ഇക്വേഷൻ വിച്ച് ഈസ് നോൺ ആസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ബോയിൽസ് ലോ നമുക്ക് കിട്ടി V പ്രൊപ്പോർഷണൽ ടു 1/P, ചാൾസ് ലോ V പ്രൊപ്പോർഷണൽ ടു T, അവഗാഡ്രോസ് ലോ V പ്രൊപ്പോർഷണൽ ടു N. കമ്പൈനിങ് എല്ലാം ഇക്വേഷൻസ് കമ്പൈൻ ചെയ്യുമ്പോൾ V പ്രൊപ്പോർഷണൽ ടു N ഇൻറ്റു T ഇൻറ്റു 1/P. അപ്പോൾ നമുക്ക് കിട്ടും അതിൻ്റെ കോൺസ്റ്റൻ്റ് എടുക്കുമ്പോൾ R എന്നുള്ള കോൺസ്റ്റൻ്റാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ R എന്ന കോൺസ്റ്റൻ്റ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് എന്നറിയപ്പെടുന്നു. അപ്പോൾ നമുക്ക് PV ഈക്വൽ ടു nRT എന്നുള്ള ഇക്വേഷൻ ലഭിക്കും. ഇതാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അപ്പോൾ അതിൽ നിന്ന് ഗ്യാസ് കോൺസ്റ്റൻ്റ് R PV/NT എന്നുള്ളത് ലഭിക്കും. അപ്പോൾ 6 ഡിഫറെൻറ്റ് യൂണിറ്റ്സിൽ ആറിൻ്റെ വാല്യൂ ആണ് നമ്മളിവിടെ പറയുന്നത്. ലിറ്റർ ATM പെർ കെൽവിൻ പെർ മോൾ, അതിൻ്റെ വാല്യൂ 0.0821. അതുപോലെ ഈ ടേബിളിൽ നമുക്ക് അതിൻ്റെ വാല്യൂസ് ഓരോന്നും കാണാവുന്നതാണ്. അതുപോലെ അതിൻ്റെ SI യൂണിറ്റ് ഈ 4th ഓൺ ജൂൾ പെർ കെൽവിൻ പെർ മോൾ 8.314 ആണ് ഇതിൻ്റെ SI യൂണിറ്റ്. Ideal gas equation is a relation between 4 variables and it describes the state of any gas. Therefore, it is also called equation of state. അതായത് നമുക്ക് ഈ ഐഡിയൽ ഗ്യാസ് ഓഫ് ഇക്വേഷൻ വെച്ച് അതിൻ്റെ വേരിയബിൾസിലെ മാറ്റവും ഏതൊക്കെയാണ് കോൺസ്റ്റൻ്റ് എന്ന് വെച്ച് നമുക്ക് ആ ഗ്യാസിൻ്റെ സ്റ്റേറ്റിനെ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്നും അറിയപ്പെടുന്നു. നമുക്ക് കിട്ടി കമ്പൈൻഡ് ഗ്യാസിലോ വേറെ PV equal to nRT, PV/T equal to nR. If the temperature, volume and pressure of a fixed varies from T1 V1 P1 to T2 V2 P2, then we can write P1 V1/T1 equal to P2. അതായത് നമ്പർ ഓഫ് മോൾസും ഗ്യാസ് കോൺസ്റ്റൻ്റ് ആദ്യം കോൺസ്റ്റൻ്റ് ആണ്, നമ്പർ ഓഫ് മോൾസും ഫിക്സഡ് ആക്കി വെച്ചാൽ PV/T equal to കോൺസ്റ്റൻ്റ് എന്ന് ലഭിക്കും. നമുക്ക് P1 V1/T1 equal to P2 V2/T2. ഇതാണ് കമ്പൈൻഡ് ഗ്യാസ് ലോ
ഈക്വേഷൻ ഇതിൽ ഉപയോഗിക്കുന്നു. അടുത്ത 5th ലോ ആണ് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ്. This law states that at constant temperature, the total pressure exerted by a mixture of non-reacting gases is equal to the sum of partial pressures of component gases. The partial pressure of a gas in a mixture of gases is pressure that gas would exert. അതായത് പി ടോട്ടൽ എന്ന ഒരു മിക്സറിലുള്ള പി ടോട്ടൽ എന്ന് പറയുന്നത് P1 + P2 + P3 + എക്സെട്ര ഓരോ ഇൻഡിവിജ്വൽ ഗ്യാസസിൻ്റെ എക്സേർട്ട് ചെയ്ത പ്രഷറിൻ്റെ സമ്മായിരിക്കും. ഇവിടെ ഡാൾട്ടൺസ് ലോൻ്റെ ആപ്ലിക്കേഷൻ ആണ് പറയുന്നത്. ഡാൾട്ടൺസ് ലോ ക്യാൻ ബി യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ദ പ്രഷർ ഓഫ് എ ഗ്യാസ് കളക്റ്റഡ് ഓവർ വാട്ടർ സർഫസ്. വാട്ടർ സർഫസിന് മുകളിലായി കളക്ട് ചെയ്ത ഗ്യാസിൻ്റെ പ്രഷർ നമുക്ക് ഈ ലോ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഹിയർ ഗ്യാസ് ഈസ് ഓൾവേസ് moist, therefore pressure of dry gas can be calculated by subtracting vapor pressure of water from the total pressure of the moist gas. അതായത് P dry gas equal to P total minus aqueous tension. അതായത് aqueous tension എന്ന pressure exerted by saturated water vapor is called aqueous tension. ഇത് ഡാൾട്ടൺസ് ലോൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. അടുത്ത് പാർഷ്യൽ പ്രഷർ ഇൻ ടേംസ് ഓഫ് മോൾ ഫ്രാക്ഷൻ. നമുക്കറിയാം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV = nRT. അപ്പോൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷന് നമ്മൾ P എടുത്താൽ P = nRT/V എന്ന് ലഭിക്കും. അപ്പോൾ P1 = N1RT/V, P2 = N2RT/V, അങ്ങനെ ഓരോ നമ്പർ ഓഫ് മോൾസ്. P total = P1 + P2 + P3. ഇത് ഡാൾട്ടൺസ് ലോ എന്നുള്ളതാണ്. P total = അതായത് സം ചെയ്യുന്നു N1RT/V + N2 P = N1 + N2 + N3RT/V. P1/P total എടുക്കുമ്പോൾ N1/N1 + N2 + N3 ഇൻറ്റു അത് നമുക്ക് ലഭിക്കും. ഈ N1/N1 + N2 + N3 എന്ന് പറയുന്നത് X1, അതായത് മോൾ ഫ്രാക്ഷൻ ഓഫ് ഫസ്റ്റ് മോളിക്യൂൾ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് P1 എന്ന് പറയുന്നത് X1 × P ടോട്ടൽ. അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ് മോളിക്യൂൾ എന്ന് പറയുന്നത് അതിൻ്റെ മോൾ ഫ്രാക്ഷൻ × P ടോട്ടൽ. ടോട്ടൽ പ്രഷറിനെ മോൾ ഫ്രാക്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ് പാർഷ്യൽ പ്രഷർ. സിമിലർലി P2 = X2 P total. അങ്ങനെ ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ PI = XI × P total, where PI and XI are partial pressure and mole fraction of ith gas respectively. ഈ ചാപ്റ്ററിൻ്റെ നെക്സ്റ്റ് പാർട്ടിനും കൂടുതൽ വീഡിയോസിനും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.